വരുന്ന കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോകൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മാത്രവുമല്ല, കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ വെല്ലുവിളിയാണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കുള്ള കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഇന്ത്യൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ യൂറോപ്യൻ കസ്റ്റമേഴ്സ് ഉണ്ട്, GCCയിലെ കസ്റ്റമേഴ്സ് ഉണ്ട്, ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇന്ത്യൻ കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളത്. അപ്പം ഈ ഇന്ത്യൻ കസ്റ്റമേഴ്സ് വരുമ്പം അവർക്ക് ബഡ്ജറ്റ് ഭയങ്കര ഒരു കൺസേൺ ആണ്. ഇത്ര രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ സാധനം മാത്രമേ, ഇത്ര രൂപയുടെ മൂല്യം അല്ലെങ്കിൽ ഈ ഇന്ന വാല്യൂ വരെ ഉള്ള സാധനങ്ങളെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് പോകൂ എന്നൊരു മുൻവിധിയോട് കൂടിയാണ് ഇവരെല്ലാവരും വരുന്നത്. ബഡ്ജറ്റ് MOQ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാൻറ്റൺ ഫെയറിൽ ഒരു അല്പം ഹയർ തന്നെയാണ്. കാര്യം ഈ കാൻറ്റൺ ഫെയറിലേക്ക് വരുമ്പോൾ കാൻറ്റൺ ഫെയറിൽ പങ്കെടുക്കുന്ന കമ്പനികളിൽ 90% കമ്പനികളും യൂറോപ്യൻ മാർക്കറ്റിനെ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവരെപ്പോഴും പ്രൊഡക്റ്റുകൾ പിച്ച് ചെയ്യുന്നതും ഡിസ്പ്ലേ വെച്ചിട്ടുള്ളതും അതിൻ്റെ പ്രൈസിങ്ങും ക്വാളിറ്റിയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അവിടെയാണ്, ആ ഒരു സ്ഥലത്താണ് ഫോക്സ്ഡെയിലിനോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് കാൻറ്റണിൽ കണ്ടു, നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു, പക്ഷേ ബഡ്ജറ്റ് കൂടുതലാണ്, അവരുടെ MOQ കൂടുതലാണ്. അത് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സെയിം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കാൻറ്റൺ ഫെയറിന് പുറത്ത് ലോക്കൽ മാർക്കറ്റുകളിൽ, മറ്റ് പ്രൊവിൻസുകളിൽ, മറ്റ് സിറ്റികളിൽ എവിടെയൊക്കെയാണ് ആ പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ആ സ്ഥലത്തേക്ക് നിങ്ങളെ യാത്ര കൊണ്ടുപോകാനും അവിടുത്തെ ഫാക്ടറികൾ നിങ്ങളെ വിസിറ്റ് ചെയ്യിക്കാനും അവരുമായി നിങ്ങളെ അവരുമായിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യിച്ച് ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ആ സാധനം മേടിച്ചു തരാനുമുള്ള ഒരു ടീം നമുക്കവിടെ ഉണ്ട്. അപ്പോൾ കാൻറ്റൺ ഫെയറിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ബഡ്ജറ്റും MOQയും കൊണ്ട് നിങ്ങൾക്കത് മിസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവില്ല. പകരം നമുക്ക് സെയിം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ മറ്റു മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് തരാനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും കാൻറ്റൺ ഫെയറിൽ ഒരു പരിധിവരെ അവർ യൂറോപ്യൻ കസ്റ്റമേഴ്സിനെ ആണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രൈസ് മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഒരു അല്പം ഹയർ ആയിരിക്കും. പക്ഷേ ക്വാളിറ്റി വൈസ് ഭയങ്കര ഹൈ ആയിരിക്കും. ഇനി എല്ലാ കമ്പനികളും അങ്ങനെ അല്ല കേട്ടോ. എല്ലാ കമ്പനികളും എന്ത് പറയാം, ഒരു 50% കമ്പനികൾ കുറച്ച് MOQ കൂടുതലാണ്. പക്ഷേ നോർമൽ ബാക്കിയുള്ള ഒത്തിരി കമ്പനീസ് അവിടെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ചില ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട്, ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർ കാൻറ്റൺ ഫെയറിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന സ്റ്റാളുകളിലേക്ക് കയറും. ഈ ആദ്യം കാണുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി കാശ് മുടക്കി ഫ്രണ്ടിലെ സ്റ്റാൾ എടുത്തേക്കുന്ന ആൾക്കാരെല്ലാവരും കുറച്ച് വലിയ കമ്പനികളായിരിക്കും. ഇവരുടെ പ്രൈസും നോർമലി ഹൈ ആയിരിക്കും. അപ്പം ഞങ്ങൾ എപ്പോഴും പറയുന്നത്, നിങ്ങൾ പുറകെ നിന്ന് നടന്നു വാ. ഞങ്ങളത് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഫ്രണ്ടിലിരിക്കുന്നാൽ നമ്മൾ ഒരു ഹാളിനകത്തേക്ക് കയറുമ്പോൾ വിശാലമായിട്ടുള്ള സ്റ്റാളുകളിലേക്ക് പോകുമ്പോൾ അവർ കുറച്ച് കാശ് കൂടുതൽ മുടക്കി വരുന്ന കമ്പനികളായിരിക്കും. യൂറോപ്യൻ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബഡ്ജറ്റും MOQവും അവരുടെ റേറ്റും കൂടുതലായിരിക്കും. നിങ്ങൾ അത് കണ്ടിട്ട് കാൻറ്റൺ ഫെയറിനകത്തുള്ള എല്ലാ കമ്പനികളും അങ്ങനെയാണെന്നൊരു മുൻവിധി എടുക്കരുത്. മറ്റ് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് മറ്റ് സ്റ്റാളുകൾ കൂടി വിസിറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ MOQനകത്ത് തരാൻ പറ്റുന്ന സ്റ്റാളുകളും കമ്പനികളും അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഉറപ്പായിട്ടും ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുമ്പം അത്തരത്തിലുള്ളൊരു ഓറിയൻറ്റേഷൻസും സെഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും നമ്മൾ കാനഡയിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് തരും. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ, ഏതൊക്കെ സ്റ്റാളുകൾ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് ഏഷ്യൻ കമ്പനികളുള്ളത്, ഏതൊക്കെ കമ്പനികളിലാണ് യൂറോപ്യൻ കമ്പനീസ് ഉള്ളതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ തന്നിട്ട് തന്നെയാണ് നിങ്ങളുടെ സ്റ്റാളുകളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിനോടൊപ്പം ഒരു 8-10 വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് കാണുക. അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. ഇപ്പോൾ നിങ്ങളൊരു കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 ഘട്ടങ്ങളായിട്ടാണ് കാൻറ്റൺ ഫെയർ ഉള്ളത്. ഫേസ് 1, 2, 3. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് തരം ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളൊരു ഫേസ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പുതിയ ബിസിനസ് അവസരങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ബിസിനസ് ഒന്നുമില്ല, പകരം പുതിയ എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 1-ാമത്തെയോ 3-ാമത്തെയോ ഫേസ് പങ്കെടുക്കുക. ഇനി ഇലക്ട്രോണിക്സ്, ഹൗസ് ഹോൾഡ്, മിഷനറീസ്, ഓട്ടോമോട്ടീവ് സാധനങ്ങളാണെങ്കിൽ ഫസ്റ്റ് ഫേസ് പങ്കെടുക്കുക. ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ, ഫർണിച്ചർ, ഹാർഡ്വെയർ ഐറ്റംസ്, പ്ലംബിംഗ്, സാനിറ്ററി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഫേസ് പങ്കെടുക്കുക. ടോയ്സ്, കോസ്മെറ്റിക്സ്, ഷൂസ്, ബാഗ്, ഓഫീസ് സ്റ്റേഷനറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ 3-ാമത്തെ ഫേസ് പങ്കെടുക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ
എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം, അത് കൃത്യമായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് സെലക്ട് ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആരോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ ഒരു ടൂർ ഓപ്പറേറ്ററിനോടൊപ്പമാണ് നിങ്ങൾ അവിടെ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടമെന്ന് പറയുന്നത് ചില്ലറയല്ല. കാരണം അവരവിടെ ഏതെങ്കിലും ഒരു ടൂർ ഏജൻറ്റിനെ ആയിരിക്കും ഏൽപ്പിച്ച് വിടുക, നിങ്ങൾ ഈ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാനും ക്യാൻഫെയർ കാണിക്കാനും. അവരിതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ഓറിയൻറ്റേഷനും നിങ്ങൾക്ക് തരണമെന്നില്ല. ഏതൊക്കെ ബിൽഡിങ്ങുകളിൽ, ഏതൊക്കെ ബ്ലോക്കുകളിൽ, ഏതൊക്കെ ഫ്ലോറുകളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നൊരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് തരണമെന്നില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ, വന്നിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടാൽ അറിയാം, നമ്മൾ കൃത്യമായിട്ടൊരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ കൃത്യമായി പറയും ഏത് ബ്ലോക്കിലൂടെ സഞ്ചരിക്കണം, ഏത് ബ്ലോക്കിലാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുള്ളത്, അത് ഏത് ഫ്ലോറിലാണ്, ഏത് കോർണറിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മാപ്പ് വെച്ച് കൃത്യമായി ഒരു ക്ലാസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ ഒരു സെഷന് ശേഷമാണ് ഞങ്ങൾ ആ ഹാളിനകത്തേക്ക് അവരെ വിടുക. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളിനോടൊപ്പമാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വർത്തായിരിക്കും. ഞങ്ങളെപ്പോലെ അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം പോയാലും. അത് പറയാൻ കാരണം ഏകദേശം ഒരു 100,000-ഓളം ഫാക്ടറി ഔട്ട്ലെറ്റ്സ് വരും ഓരോ ഫേസിലും. നിങ്ങൾക്ക് ആകെ ഒരാളിനെ കാണാൻ കിട്ടുന്ന സമയം 2 ദിവസമോ 3 ദിവസമോ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാൻഫെയർ വിസിറ്റ് ചെയ്യുക. ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടു തീരാൻ കഴിയുകയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആവശ്യം എന്താണോ അത് ഏറ്റവും ആവശ്യം കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം കാണുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ തരാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ നോക്കുക. പിന്നെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ ബെനിഫിറ്റ്സ് ഞാൻ മറ്റ് വീഡിയോകളിൽ പറഞ്ഞുകൊണ്ട് കാണുക. എന്ത് സംശയമുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാൻഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഏത് സമയത്തും ഞങ്ങളുടെ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും.